ഐഡിയസ് ക്യുസാറ്റ് ക്യാറ്റ് 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതായത് ക്യുസാറ്റ് നടത്തിയ ക്യാറ്റ് എക്സാമിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാനായിട്ടുള്ള ലിങ്ക്, ആ ഒബ്ജക്ഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 18/5/2025 കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതിയ എല്ലാ എക്സാമിൻ്റെയും ഒബ്ജക്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്യുസാറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ അത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ ആൻസർ കീ ഒരു വ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ കാണാൻ പറ്റും. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എക്സാം നെയിം, എക്സാം കോഡ്, എക്സാം ഡേറ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വ്യൂ എന്ന് പറഞ്ഞ് കാണിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസ്, എന്നിട്ട് അവിടെ അതിൻ്റെ കറക്റ്റ് ആൻസർ, പിന്നെ നിങ്ങൾ ചെയ്തേക്കുന്ന റെസ്പോൺസ്, നിങ്ങൾ ഏതാണ് ആൻസർ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്തേക്കണത് എന്നുള്ള റെസ്പോൺസ്. അപ്പോൾ അവിടെ ഗ്രീൻ ടിക്കിൽ കാണിക്കുന്നത് കറക്റ്റ് ആൻസറും ഒരു ബ്ലൂ ഇതിൽ കാണിക്കുന്നത് നിങ്ങളുടെ ഓപ്ഷനുമാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷനെല്ലാം കറക്റ്റ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ റേസ് ആൻഡ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു റെഡ് ബോക്സ് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആവും. അതിൽ ഒബ്ജക്ഷൻ ടൈപ്പ്, അതായത് നിങ്ങൾ ഏത് രീതിയിലുള്ള ഒബ്ജക്ഷൻ, ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഓപ്ഷൻസ് കറക്റ്റ് അല്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ ബി എന്നുള്ള ഓപ്ഷനല്ല കറക്റ്റ്, ഡി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണോ. അപ്പോൾ അതിനവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാവുന്നത് തെളിയിക്കുന്ന പ്രൂഫ് വേണം, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വേറൊരു ഓപ്ഷനാണ് ശരി എന്ന് പറയണമെങ്കിലോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനേ തെറ്റാണ്, അല്ലെങ്കിൽ ക്യുസാറ്റ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ് എന്നൊക്കെ ആണെങ്കിലോ അത് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളത് ലൈക്ക് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ അവിടെ അപ്ലോഡ് ചെയ്യണം. PDF ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. എന്നിട്ടത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കംപ്ലൈൻറ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് കാണാനായിട്ട് ഇവിടെ വ്യൂ ഒബ്ജക്ഷൻ എന്നുള്ള ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. അത് ക്ലോസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഈ ഒരു ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തേക്കുന്നതും നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കേട്ടോ. അപ്പോൾ അതിനുശേഷം മേ ബി ഒരു ഫൈനൽ ആൻസർ കീ ക്യുസാറ്റ് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ അപ്ഡേറ്റ് വെബ്സൈറ്റിലുണ്ടാവും. വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.